മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. നെല്ലിയാമ്പതിയിലെ ജീപ്പ് സഫാരിക്ക് ശേഷം നമ്മൾ നേരെ പോയത് അവിടെ അടുത്ത് തന്നെയുള്ള ഗവൺമെന്റ് ഓറഞ്ച് ഫാമിലാണ്. ഓറഞ്ച് ഫാം എന്ന് പറയുമ്പോൾ എപ്പോഴും കുലുകുലായുള്ള പഴുത്ത ഓറഞ്ചുകൾ കാണാമെന്ന് പ്രതീക്ഷയൊന്നും വേണ്ട. അതൊക്കെ ഓറഞ്ചിന്റെ വിളവിന്റെ സമയം അനുസരിച്ചിരിക്കും. നമ്മൾ പോയ സമയം ഒരുപാട് ഓറഞ്ചുകൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഓറഞ്ചുകൾ കണ്ടു, അതും പച്ച ഓറഞ്ചുകൾ. 2024 മുതൽ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നാണ് അറിവ്. പഴുത്ത ഓറഞ്ചുകൾ നല്ല രീതിയിൽ കാണാൻ കഴിയും. അകത്തെ സജ്ജീകരണങ്ങളിൽ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഓറഞ്ചുകൾ മാത്രമല്ല, സ്ട്രോബെറി, ചീര, നാരങ്ങ, വിവിധതരം പച്ചക്കറി കൃഷികൾ നടക്കുന്ന ഒരു ഫാം. എല്ലാം നടന്നു കാണണമെങ്കിൽ 23 ഏക്കറോളം ഉണ്ട്. നമ്മൾ പോയ സമയം എൻട്രി ഫീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻട്രി ഫീസ് ഉണ്ട്. ഞായറാഴ്ച അടക്കം എല്ലാ ദിവസവും പ്രവൃത്തി ദിവസമാണ്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ഫീസ്. 7 വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യമാണ്. 3 മുറികളും ഹാളും അടങ്ങുന്ന ഗസ്റ്റ് ഹൗസിൽ താമസിക്കണമെങ്കിൽ ബുക്ക് ചെയ്യണം. ഇപ്പോൾ നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് ഫാം ആകെ മാറിയിട്ടുണ്ടെന്നാണ് അറിവ്. കഴിഞ്ഞ വർഷം മാത്രം ടിക്കറ്റ് വിൽപ്പനയിലൂടെ 25 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളിലൂടെ 1.25 കോടി രൂപയും. കേരളത്തിലെ ഓറഞ്ച് കൃഷി നടക്കുന്ന ഏക ഫാം എന്ന നിലയിൽ സന്ദർശകർ മുമ്പത്തേക്കാൾ 10 മടങ്ങ് കൂടിയിട്ടുണ്ടെന്നാണ് 2025 കണക്കുകൾ. 2024 1 ലക്ഷം പേർ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. മൂന്ന് ദിവസത്തെ നാച്ചുറ 2025 എന്ന പ്രോഗ്രാം സർക്കാർ ഫെബ്രുവരി 2025 ഇവിടെ വെച്ചപ്പോൾ 10,000-ലധികം ആളുകൾ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. നേച്ചർ ഫാം ഫെസ്റ്റിവലിൽ സന്ദർശകർക്ക് ബോട്ടിംഗ്, വാച്ച് ടവർ, കുതിരസവാരി തുടങ്ങിയ വിനോദങ്ങൾ ഒരുക്കിയിരുന്നു. കൊച്ചി രാജവംശത്തിന്റെ അധികാരത്തിലുണ്ടായിരുന്ന പൊലിയ എസ്റ്റേറ്റാണ് 1943 ഓറഞ്ച് ഫാമായി മാറിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പരിക്കേറ്റ പട്ടാളക്കാർക്ക് പഴങ്ങളും പച്ചക്കറികളും ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. 1956 ഇത് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമായി മാറി. ഒരു ദശകത്തോളമായി നെല്ലിയാമ്പതി ഫാം നല്ല രീതിയിലായിരുന്നില്ല നടന്നുപോയത്. അതെല്ലാം മാറി 7 ഏക്കറിലാണ് ഓറഞ്ച് ഇപ്പോൾ അവിടെ കൃഷി നടക്കുന്നതാണ് പുതിയ വാർത്തകൾ. നമ്മൾ പോയ ശേഷം 2025 അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ആവർത്തന കൃഷി നടത്തി ഓറഞ്ച് ഇപ്പോൾ കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിച്ചിട്ടുണ്ടെന്നും മാൻഡാരിൻ ഇനത്തിൽപ്പെട്ട 7000 ഓറഞ്ചാണ് അവിടെ നട്ടിരിക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. പേര, ചാമ്പ, ചെറി, കാട്ടുനെല്ലി, അരിനെല്ലി, നാടൻ മാവുകൾ തുടങ്ങിയ നാടൻ ഫലവിളകളും, ലിച്ചി, അവക്കാഡോ, വെൽവെറ്റ് ആപ്പിൾ, റംബൂട്ടാൻ, ലോക്കാട്ട്, മിൽക്ക് ഫ്രൂട്ട് തുടങ്ങിയ വിദേശ ഫലവിളകളുടെ മാതൃവൃക്ഷ ശേഖരവും ഇവിടെയുണ്ട്.
ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളാണ് ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നമ്മൾ വാങ്ങിയതിൽ പേരയ്ക്ക് ജെല്ലിയും മിക്സഡ് ഫ്രൂട്ട് ജാമും വളരെ കട്ടിയായി പോയി. കുറച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് കളയേണ്ടി വന്നു. ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ നല്ല അനുഭവമായിരുന്നു.